തൊണ്ടി മുതൽ കേസിൽ മുൻ മന്ത്രി ആന്റണി രാജുവിന് തിരിച്ചടി. ഒന്നാം പ്രതി KS ജോസും രണ്ടാം പ്രതി ആന്റണി രാജുവും കുറ്റക്കാരനാണെന്ന് തിരുവനന്തപുരം നെടുമങ്ങാട് മജിസ്ട്രേറ്റ് കോടതി വിധിച്ചു. മയക്കുമരുന്ന് കേസിലെ തൊണ്ടി മുതലായ അടിവസ്ത്രത്തിൽ കൃത്രിമം കാട്ടിയെന്നാണ് കേസ്. 2 വർഷത്തിന് മുകളിൽ ശിക്ഷ ലഭിച്ചാൽ ആന്റണി രാജുവിന് MLA സ്ഥാനം നഷ്ടമാകും. അനന്തകൃഷ്ണൻ ചേരുന്നു വിശദാംശങ്ങളുമായി. അനന്തൻ, വളരെ പ്രമാദമായ ഒരു കേസിലെ വിധിയാണിപ്പോൾ പുറത്തേക്ക് വരുന്നത്. ആ വിധിയിന്മേൽ കോടതി ഇത്രയും വർഷക്കാലം, കാരണം വിചാരണ നടന്നിട്ട് എത്രയോ കാലങ്ങളായി, ഈ സംഭവം നടന്നിട്ട് 35 വർഷത്തോളം ആവുകയും ചെയ്യുന്നുണ്ട്. എന്തൊക്കെ കാര്യങ്ങൾ കോടതി വിലയിരുത്തുകയും ഇന്നിപ്പോൾ വിധിപ്പകർപ്പിലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ, വകുപ്പുകൾ സംബന്ധിച്ച് ഈ 1ഉം 2ഉം പ്രതികൾക്കെതിരെ ചുമത്തുന്ന വകുപ്പുകൾ, ആന്റണി രാജുവിനെതിരെ അടക്കം ചുമത്തിയ ഏതൊക്കെ വകുപ്പുകളിന്മേൽ കുറ്റക്കാരനാണ് എന്ന് തെളിയപ്പെടുകയാണ്. അനന്തൻ, പ്രതീക്ഷ, മുൻമന്ത്രി ആന്റണി രാജു പ്രതിയായ തൊണ്ടി മുതൽ കൃത്രിമം നടത്തിയ കേസിലാണ് ഇന്ന് തിരുവനന്തപുരം നെടുമങ്ങാട് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി വിധി പറഞ്ഞത്. ഈ കേസിലെ 2 പ്രതികൾ, ഒന്നാം പ്രതി ജോസും രണ്ടാം പ്രതി ആന്റണി രാജുവും കുറ്റക്കാരാണെന്നാണ് കോടതി കണ്ടെത്തിയിരിക്കുന്നത്. ഈ കേസിൽ ആന്റണി രാജുവിനും ജോസിനുമെതിരെ ചുമത്തിയിരുന്ന IPC 217, 193, 420, 120B, 201, 193, 409, 34 എന്നീ വകുപ്പുകളാണ് തെളിഞ്ഞിരിക്കുന്നത്. നേരത്തെ ചുമത്തിയിരുന്ന 420, 468, 371 വകുപ്പുകൾ നിലനിൽക്കില്ല എന്നും കോടതി കണ്ടെത്തിയിട്ടുണ്ട്. ഇതിൽ 409 ഒഴികെ ബാക്കിയെല്ലാം 10 വർഷത്തിൽ താഴെ ശിക്ഷ ലഭിക്കാവുന്ന കുറ്റങ്ങളാണ്. 409-ാം വകുപ്പ് എന്ന് പറയുന്നത് സർക്കാർ ഉദ്യോഗസ്ഥന്റെ വിശ്വാസവഞ്ചനയാണ്. അത് 10 വർഷം മുതൽ ജീവപര്യന്തം വരെ കഠിന തടവ് ലഭിക്കാവുന്ന കുറ്റമാണ് ഇപ്പോൾ തെളിഞ്ഞിരിക്കുന്നത്. പക്ഷേ അതിലൊരു നിയമപ്രശ്നവും സാങ്കേതിക പ്രശ്നവും ഉണ്ട്. ഈ 409 വകുപ്പ് പ്രകാരമുള്ള ശിക്ഷാവിധി മജിസ്ട്രേറ്റ് കോടതിക്ക് പറയാൻ കഴിയില്ല എന്നുള്ള വാദം പ്രോസിക്യൂഷൻ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ ആ കേസിന്റെ വിധി പറയുന്നത്, ആ വകുപ്പിന്റെ വിധി പറയുന്നത് മേൽക്കോടതിയിലേക്ക് മാറ്റണം എന്നുള്ളൊരു ആവശ്യം കൂടി പ്രോസിക്യൂഷൻ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ പ്രോസിക്യൂഷൻ ഉദ്ദേശിക്കുന്നത് 409 പ്രകാരം 10 വർഷം മുതൽ ജീവപര്യന്തം വരെ കഠിന തടവ് ലഭിക്കാവുന്ന കുറ്റമാണ്. അപ്പോൾ പരമാവധി ശിക്ഷ പ്രതികൾക്ക് കിട്ടണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് സെഷൻസ് കോടതിയിലേക്ക് ആ വകുപ്പിന്റെ മാത്രം വാദവും ആ വകുപ്പിന്റെ ശിക്ഷാവിധി മാറ്റണം എന്ന് പറയുന്നത്. അങ്ങനെ വരുമ്പോൾ 409 ഒഴിച്ച് ബാക്കി തെളിഞ്ഞ വകുപ്പുകളിലാകും മജിസ്ട്രേറ്റ് കോടതി വിധി പറയാൻ പോകുന്നത്. ശിക്ഷാവിധി എപ്പോഴാണ് എന്നുള്ള കാര്യത്തിൽ ഇന്ന് തീരുമാനം പറയും. ഇപ്പോൾ ആ സങ്കീർണത മാറ്റാനുള്ള ഒരു ചർച്ച പ്രോസിക്യൂഷനും കോടതിയും തമ്മിൽ നടക്കുകയാണ്. അങ്ങനെ വരുമ്പോൾ ഇനിയുള്ള പ്രശ്നമെന്ന് പറയുന്നത് 409 വകുപ്പ് പ്രകാരമുള്ള കുറ്റത്തിൽ വീണ്ടും സെഷൻസ് കോടതിയിൽ വിചാരണ നടത്തേണ്ടതുണ്ടോ, വാദവും മറുവാദവും കേൾക്കേണ്ടതുണ്ടോ എന്നുള്ളതാണ്. അതല്ല ഈ തെളിഞ്ഞ വകുപ്പ് പ്രകാരം സെഷൻസ് കോടതിക്ക് ശിക്ഷ വിധിക്കാൻ കഴിയുമോ എന്നുള്ള കാര്യങ്ങളാണ് പരിശോധിക്കുന്നത്. ഏതായാലും അപൂർവമായൊരു നിയമ നടപടിയാണ് ഇപ്പോൾ നെടുമങ്ങാട് കോടതിയിൽ നടക്കുന്നത്. കാരണം ഈ കേസിൽ 409-ാം വകുപ്പ് ചേർക്കുന്നത് ആദ്യഘട്ട വിചാരണ പൂർത്തിയായ ശേഷമാണ്. കഴിഞ്ഞ മാസം മാത്രമാണ് ഹൈക്കോടതി 409 വകുപ്പ് ചേർക്കാൻ നിർദ്ദേശം നൽകിയത്. അതിൽ പിന്നീട് വാദം കേട്ട ശേഷമാണ് ആ കുറ്റം കൂടി തെളിഞ്ഞിരിക്കുന്നത്. ഏതായാലും 1990-ൽ ആരംഭിച്ച ഒരു കേസിന്റെ പരിണത ഫലമാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. 1990-ൽ തിരുവനന്തപുരത്ത് പിടിയിലായ മയക്കുമരുന്ന് കടത്തുകാരനായ ഓസ്ട്രേലിയൻ പൗരൻ ആൻഡ്രൂ സാൽവദോർ സർവലി എന്ന ആളെ രക്ഷിക്കാൻ വേണ്ടി അയാൾക്ക് വഞ്ചൂർ കോടതി 10 വർഷം കഠിന തടവ് ശിക്ഷിച്ചിരുന്നു. അതിൽ ഹൈക്കോടതിയിൽ അപ്പീൽ പോകുമ്പോൾ ആ അപ്പീലിൽ പ്രതിയെ രക്ഷിക്കാൻ വേണ്ടി അന്ന് ആ പ്രതിയുടെ അഭിഭാഷകനായിരുന്ന ആന്റണി രാജു കോടതി ജീവനക്കാരനുമായി ചേർന്ന് ആ മയക്കുമരുന്ന് കേസിലെ പ്രധാന തൊണ്ടി മുതലായ അടിവസ്ത്രത്തിൽ കൃത്രിമം വരുത്തി എന്നുള്ളതായിരുന്നു കേസ്. അപ്പോൾ ആ കേസ് കോടതിയിൽ, അതായത് ആ ഓസ്ട്രേലിയൻ പൗരനായ പ്രതിയെ രക്ഷിക്കാൻ വേണ്ടി ആന്റണി രാജുവും കോടതി ജീവനക്കാരൻ ജോസും ചേർന്ന് അടിവസ്ത്രം എടുത്ത് വെട്ടിത്തയ്ച്ച് അതൊരു കുട്ടിക്ക് ചേരാൻ മാത്രം പാകത്തിലാക്കി തിരിച്ച് തൊണ്ടി മുതലായി കോടതിയിൽ സൂക്ഷിച്ചു. അത് ഹൈക്കോടതിയിൽ വന്നപ്പോൾ ഹൈക്കോടതി നിരീക്ഷിച്ചത് ഇത് പ്രതിയുടെ അടിവസ്ത്രമല്ല എന്നുള്ളതായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്രതിയെ വെറുതെ വിടുകയും പ്രതി രാജ്യം വിട്ടുപോവുകയും ചെയ്തത്. അപ്പോൾ ആ കുറ്റകൃത്യം ചെയ്തു എന്നാണ്, ആന്റണി രാജു ചെയ്തു എന്നാണ് ഇപ്പോൾ കോടതി കണ്ടെത്തിയിരിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ഒരു കേസ് എത്ര വർഷമായാലും അതിന്റെ നീതി പുലരുന്നു എന്നതാണ്. പ്രത്യേകിച്ച് കോടതിയുടെ സർവൈലൻസിലിരിക്കുന്ന ഒരു തൊണ്ടി മുതൽ അത് അട്ടിമറി നടത്തുന്നു, പോലീസ് അന്വേഷണത്തെ അട്ടിമറിക്കുന്നു. അപ്പോൾ സ്വാഭാവികമായും പിന്നീട് അത് ജനപ്രതിനിധിയാകുകയും ഈ വ്യക്തി കുറ്റാരോപിതൻ 2.5 വർഷക്കാലം സംസ്ഥാന സർക്കാരിൻ്റെ പ്രധാനപ്പെട്ട ഒരു വകുപ്പിൽ മന്ത്രിയുമൊക്കെ ആയിരുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ നിസ്സാരമല്ല കുറ്റകൃത്യങ്ങൾ. പൊതുപ്രവർത്തകനായി പിന്നീട് മാറുകയും ചെയ്യുന്നു. ആ സമയത്ത് ഒരു അഡ്വക്കേറ്റ്, ഒരു അഭിഭാഷകനാണ്. അപ്പോൾ കോടതിയുടെ അഭിഭാഷകന് ഒരു ഉത്തരവാദിത്തമുണ്ട്. ഈ കോടതിയിൽ കേസുകൾ മേൽ ഒരു തരത്തിലും അല്ലെങ്കിൽ അതിനകത്ത് നീതിരഹിതമായ രീതിയിൽ ഒരു ഇടപെടൽ നടത്താൻ പാടില്ല എന്ന് ബോധ്യമുള്ള ഒരു വ്യക്തിയാണ് കുറ്റകൃത്യം നടത്തുന്നത്. അപ്പോൾ അങ്ങനെ ഒരുപാട് സാഹചര്യങ്ങളും ഒക്കെ ഉള്ള ഒരു കേസിന്മേൽ അങ്ങേയറ്റത്തെ മാതൃകാപരമായ ഒരു ശിക്ഷാവിധിയാണ് ഇനി ഉണ്ടാകേണ്ടത്. അത് പ്രതീക്ഷിക്കാമോ ഈ വകുപ്പുകൾ പ്രകാരം?
തീർച്ചയായിട്ടും മാതൃകാപരമായ ഒരു ശിക്ഷ തന്നെ ഉണ്ടാകണം. കാരണം നീതിന്യായ വ്യവസ്ഥയും ഒപ്പം രാഷ്ട്രീയ കേരളത്തെയും ഒക്കെ കബളിപ്പിക്കപ്പെട്ട ഒരു കേസാണിത്. അതിൽ 90കൾ എന്ന് പറയുമ്പോൾ ആന്റണി രാജു അഭിഭാഷകനായി അദ്ദേഹത്തിൻ്റെ കരിയർ തുടങ്ങുന്ന ഘട്ടത്തിലാണ് നീതിന്യായ വ്യവസ്ഥയെ അതുപോലെ തന്നെ പോലീസ് സംവിധാനത്തെ ഒക്കെ വെല്ലുവിളിക്കുന്ന ഒരു വലിയ കുറ്റകൃത്യം അദ്ദേഹത്തിൻ്റെ കരിയർ ലാഭത്തിന് വേണ്ടി ചെയ്തു കൂട്ടിയത്. അപ്പോൾ അങ്ങനെ ഒരു വ്യക്തിയാണ് പിന്നീട് ഈ കേരള രാഷ്ട്രീയത്തിൻ്റെ നഭോമണ്ഡലത്തിൽ ഉദിച്ചുയരുകയും ഒടുവിൽ അതൊരു മന്ത്രിയായി തീരുകയും ഇപ്പോഴും ജനപ്രതിനിധിയായി തുടരുകയും ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ ഈ കാലഘട്ടത്തിൽ ആന്റണി രാജുവിൻ്റെ രാഷ്ട്രീയ ഭാവി ശുഭകരമാക്കാൻ വേണ്ടി ഈ കേസ് പല രീതിയിൽ അട്ടിമറിക്കപ്പെട്ടു, പല രീതിയിൽ ചവിട്ടിത്താഴ്ത്തപ്പെട്ടു എന്നുള്ളത് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. അതിനുവേണ്ടി സർക്കാർ സംവിധാനങ്ങളും പോലീസ് സംവിധാനങ്ങളും ഒക്കെ കൂട്ടുനിന്നു എന്നുള്ളതും മറ്റൊരു കാര്യമാണ്. അതേസമയം ആന്റണി രാജു ചെയ്ത ഈ കുറ്റകൃത്യം അത് ജയമോഹന്റെ ഇടപെടലടക്കം ഈ കേസിൽ വളരെ പ്രധാനപ്പെട്ടതായി മാറുകയായിരുന്നു.